താങ്കൾ ഏത് പൊസിഷൻ എടുക്കുമ്പോഴും ഒരു കാഴ്ചപ്പാടുണ്ട്. ഇപ്പോൾ KPC പ്രസിഡന്റ് ആയിരിക്കുമ്പോഴാണ് വീക്ഷണം, ജയ് ഹിന്ദ്, അതുപോലെ രാജീവ് ഗാന്ധി ഇൻസ്റ്റിറ്റ്യൂട്ട് എല്ലാം വരുന്നത് പ്രസിഡന്റ് ആയിരിക്കുമ്പോൾ, അതുപോലെ DCC ഓഫീസുകൾ, ആഭ്യന്തരമന്ത്രി ആയിരിക്കുമ്പോഴാണ് ഓപ്പറേഷൻ കുബേര പോലെ വലിയൊരു പ്രൊജക്റ്റ്, പോലീസിനകത്ത് ഒരുപാട് പരിഷ്കാരങ്ങൾ. അപ്പോൾ സ്വാഭാവികമായിട്ടും താങ്കൾക്കൊരു അടുത്ത UDF സർക്കാർ വരുമ്പോൾ ചെയ്യേണ്ട കാര്യങ്ങളെക്കുറിച്ചൊരു ധാരണ മനസ്സിലുണ്ടാവില്ല? അല്ല, എനിക്ക് ഉള്ള ധാരണ എന്ന് പറഞ്ഞാൽ കേരള വികസനം സാധ്യമാക്കണം. കേരളത്തെപ്പറ്റി വലിയ പ്രതീക്ഷ ജനങ്ങൾക്കുണ്ട്. ഇത് ദൈവത്തിൻ്റെ സ്വന്തം നാടാണ്. എല്ലാ മേഖലയിലും നന്നായി നമുക്ക് പ്രോഗ്രസ് ചെയ്യാവുന്നതാണ്. പക്ഷെ അതുണ്ടാവുന്നില്ല. നമ്മുടെ കുട്ടികൾ പഠിക്കാൻ വെളിയിൽ പോകുന്നു, അവിടെ ജോലി കിട്ടുന്നു, അവിടെ കല്യാണം കഴിക്കുന്നു, അവിടെ സ്റ്റേ ചെയ്യുന്നു. കേരളത്തിലെ ഒരു നല്ല ശതമാനം വീടുകളിൽ ഇന്ന് ചെറുപ്പക്കാരില്ല, എല്ലാം വിദേശത്ത്. അപ്പോൾ അങ്ങനെ ഒരു അവസ്ഥ ഉണ്ടാകരുത്. ഇവിടെ തന്നെ ഇത് കേരളം ഏറ്റവും മനോഹരമായ സ്ഥലം. ഇത്രയും കാലാവസ്ഥ ജനങ്ങൾക്ക്, പ്രകൃതി സമ്പത്ത്, കാലാവസ്ഥ. കേരളത്തൊക്കെ ഇൻറ്റൻസ് ഹീറ്റും കോൾഡും ഒക്കെ വരും. കേരളത്തിൽ അങ്ങനെയൊന്നും ഇല്ലല്ലോ. അപ്പോൾ എന്തുകൊണ്ടും പുരോഗതി പ്രാപിക്കാൻ കഴിയുന്നൊരു സ്റ്റേറ്റ് അനാവശ്യമായി ആളുകൾ രാഷ്ട്രീയ വിരോധം കൊണ്ട് ഇല്ലാതാക്കുകയാണ്. ഞാനൊരിക്കലും ഒരു ഡെവലപ്മെൻറ്റിനെ എതിർക്കുന്ന ആളല്ല. ഡെവലപ്മെൻറ്റ് പ്രോജക്റ്റുകൾ ആത്മാർത്ഥമായി വരണം. പക്ഷേ ഡെവലപ്മെൻറ്റ് പ്രോജക്റ്റ് എന്ന് പറയുന്നത് എത്തരം പ്രോജക്റ്റുകൾ, അതാർക്ക് വേണ്ടിയാകണം? അതാണ് പ്രശ്നം. കേരളയിലെ നമ്മൾ എതിർത്തത് എന്താ? പരിസ്ഥിതി നാശം, ജനങ്ങൾക്ക് ആവശ്യമില്ലാത്ത പദ്ധതി. കേരളം എടുത്തു നോക്കുക, ഒരു തരത്തിൽ മലനാട്, ഇടനാട്, തീരപ്രദേശം, ഇങ്ങനൊരു കിടക്കുകയാണ്. ഇവിടെ ഇനി എവിടെയാണ് സ്ഥലം പോലുമില്ല. ജനസാന്ദ്രത കൂടുതലുള്ള കേരളത്തിൽ എവിടെയാണ്? കേരളം എല്ലാം ഒരു പട്ടണം പോലെയല്ലേ, ഒരറ്റം മുതൽ എടുത്താൽ. അപ്പോൾ അവിടെ അപ്രായോഗികമായ കേരളയിൽ കൊണ്ടുവന്നപ്പോൾ നമ്മൾ എതിർത്തു. കാരണം പരിസ്ഥിതിക്ക് ദോഷം, ജനങ്ങൾക്ക് ദോഷം, കടം. ഈ കരുണാകരനെ കുറിച്ചൊക്കെ നമ്മൾ പറയാറുണ്ട്. ഇപ്പോൾ നെടുമ്പാശ്ശേരി വിമാനത്താവളം പോലുള്ള വളരെ ദീർഘവീക്ഷണത്തോടു കൂടിയുള്ള പദ്ധതികളുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള പ്രൊജക്റ്റുകൾ കേരളത്തിന് ഇനിയും വേണം. അങ്ങനെ ഒരു കാഴ്ചപ്പാട് കോൺഗ്രസിൻ്റെയും ഇപ്പോൾ താങ്കളുടെ ഭാഗത്തു നിന്നൊക്കെ ഉണ്ട്? തീർച്ചയായിട്ടും ഉണ്ട്. എൻ്റെ ഒന്നാമത്തെ പ്രയോറിറ്റി എന്ന് പറഞ്ഞാൽ കേരളത്തിലെ ചെറുപ്പക്കാർക്ക് മികച്ച വിദ്യാഭ്യാസം, ലോകോത്തരമായ വിദ്യാഭ്യാസം കൊടുത്ത് ഇവിടെ തന്നെ അവരെ നിലനിർത്തുക. പിന്നെ ഏറ്റവും കഴിവുള്ള ആളുകൾ ലോകത്തിൻ്റെ പല ഭാഗത്തും പ്രവർത്തിക്കുന്നുണ്ട്. ആ ബ്രെയിനുകളെ നമ്മൾ ഉപയോഗിച്ചുകൊണ്ട് കേരളത്തിലൊരു പുതിയ കേരള മോഡൽ ഞാൻ ആഗ്രഹിക്കുന്നു. കേരളത്തിലെ ജനങ്ങൾക്ക് തൃപ്തി കൊടുക്കുന്ന, അതേസമയം പരിസ്ഥിതി പ്രശ്നങ്ങളില്ലാത്ത, തമ്മിൽ തർക്കങ്ങളില്ലാത്ത നല്ല നിലയിൽ പ്രവർത്തിക്കാൻ. ഞാൻ തിരുവനന്തപുരത്ത് കാസർഗോഡ് വരെ സഞ്ചരിച്ചാൽ നമുക്കൊരു വാഷ്റൂമിൽ പോകണമെന്ന് വെച്ചാൽ നടക്കുമോ? എവിടെയാണ്? അതുപോലെ പെട്രോൾ പമ്പിലും കയറണം, ഇല്ലേ? സത്യത്തിൽ അത് ഒരു പ്രധാനപ്പെട്ട കാര്യമല്ലേ? ആളുകൾ എന്തെല്ലാം അനുഭവിക്കുന്നു. പ്രത്യേകിച്ച് നമ്മൾ ആണുങ്ങളാണ് പിന്നെ പോട്ടെ, സ്ത്രീകൾക്ക് എന്തെല്ലാം ബുദ്ധിമുട്ട്, വിനോദസഞ്ചാരികൾക്ക് ബുദ്ധിമുട്ട്. ഇന്നും വിനോദസഞ്ചാരികൾക്ക് ആവശ്യമായ ഹോട്ടൽ റൂമുകൾ കേരളത്തിലില്ല. അപ്പം ഇത്തരം കാര്യങ്ങളിൽ അവധാനതയോടെ ചിന്തിക്കാനും നടപ്പാക്കാനുമുള്ള ഒരു ഇച്ഛാശക്തിയും ഈ ഗവൺമെൻറ് കാണിച്ചില്ല. പക്ഷേ എൻ്റെ പ്രയോറിറ്റി കേരളത്തിൻ്റെ സമഗ്രമായ വികസനമാണ്. അതാണ് നമുക്ക് ഇൻക്ലൂസീവായിട്ടുള്ള വികസനമാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. എല്ലാ മേഖലയും വളരണം. അതിനകത്ത് രാഷ്ട്രീയമൊന്നും നോക്കേണ്ട കാര്യമില്ല. രാഷ്ട്രീയമില്ല, എല്ലാവർക്കും എന്തിനു വേണ്ടിയിട്ടാണ്? ജനങ്ങളുടെ നന്മയ്ക്കല്ലേ. അപ്പം പ്രതിപക്ഷത്തെയും ഭരണകക്ഷത്തെയും ഒരുമിച്ച് ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഞാനൊരു ഉദാഹരണം പറയാം. ഞാൻ KPC പ്രസിഡൻ്റ് ആയിരിക്കുമ്പോഴാണ് ഞാനും പിണറായി വിജയനും കൂടി ക്രിസോസ്റ്റം തിരുമേനിയുടെ അധ്യക്ഷതയിൽ യോഗത്തിൽ YMCA പോയി. അന്ന് ക്രിസോസ്റ്റം തിരുമേനി, അദ്ദേഹം നല്ല തമാശ പറയുന്നതാണ്. അദ്ദേഹം പറഞ്ഞു, നിങ്ങൾ രണ്ടുപേരും ഇവിടെ ഇരിക്കുകയല്ലേ, കേരളത്തിൽ മനുഷ്യർ സഞ്ചരിക്കാൻ റോഡുണ്ടോ? എന്താണ് ഈ ചെയ്യുന്നത്? നിങ്ങൾ 45 മീറ്റർ വേണമെന്ന് ഒരു കൂട്ടർ, 30 മീറ്റർ വേണമെന്ന് വേറൊരു കൂട്ടർ, നിങ്ങൾ രണ്ടും വിചാരിച്ചാൽ ശരിയാവില്ലേ? ആ യോഗം കഴിഞ്ഞിട്ട് ഞാനും പിണറായി വിജയനും കൂടെ സംസാരിച്ചു. ഞാൻ പറഞ്ഞു, നമുക്ക് 45 മീറ്റർ തന്നെ വേണം. അപ്പോൾ ഉമ്മൻചാണ്ടി 30, അച്യുതാനന്ദൻ 30 അവിടെ നിൽക്കുക. അച്യുതാനന്ദൻ മുഖ്യമന്ത്രിയാണ്. അപ്പം ഞങ്ങൾ എന്നോട് തീരുമാനിച്ചു, പുള്ളി LDF യോഗം വിളിക്കാനും നമ്മൾ UDF യോഗം വിളിക്കാനും. LDF യോഗം വിളിച്ചിട്ട് പുള്ളി സ്ട്രോങ് ആയിട്ട് പറഞ്ഞു, നമുക്ക് 45 മീറ്റർ വേണം. അദ്ദേഹം എന്നോട് പറഞ്ഞു, ഞാൻ മുഖ്യമന്ത്രിയോട് പറഞ്ഞിട്ടുണ്ട് ഓൾ പാർട്ടി മീറ്റിംഗ് വിളിക്കാൻ. ഞാൻ UDF യോഗം വിളിച്ചു കൂട്ടി. ഉമ്മൻചാണ്ടിയുണ്ട്, അദ്ദേഹത്തോട് ആവശ്യപ്പെട്ട് അദ്ദേഹമാണ് വിളിച്ചത്. അദ്ദേഹം പ്രതിപക്ഷം വിളിച്ചിട്ട് അതിനകത്ത് വീരേന്ദ്രകുമാർ മാത്രമാണ് 30 മീറ്ററിന് വേണ്ടി വീണ്ടും വാദിച്ചു. ഞങ്ങളത് ഏകണ്ഠമായൊരു തീരുമാനം ഞാൻ എടുപ്പിച്ചു. ഓൾ പാർട്ടി മീറ്റിങ്ങിൽ ചെല്ലുന്നു. അച്യുതാനന്ദൻ 30 മീറ്ററിൻ്റെ ആളാണ്,
ഉമ്മൻചാണ്ടിയുണ്ട്. ഉമ്മൻചാണ്ടി 30 മീറ്റർ. ഉമ്മൻചാണ്ടിക്ക് ആളുകളുടെ ഭൂമി എടുക്കുന്നതിനുള്ള പ്രയാസമാണ്. അതാ പുള്ളിക്ക്, അല്ലാണ്ട് ഡെവലപ്മെൻറ്റിനെതിരല്ല. അപ്പം ഞങ്ങളെല്ലാം കൂടെ സംസാരിച്ചിട്ട് എന്ത് ചെയ്തു? അപ്പോൾ ആദ്യം പിണറായി വിജയൻ പ്രസംഗിച്ചു, അത് കഴിഞ്ഞ് ഞാൻ പ്രസംഗിച്ചു. ഞങ്ങൾ രണ്ടുപേരും ഇതേ വാദിച്ചു. അപ്പോൾ അച്യുതാനന്ദൻ ഒരു കത്തെടുത്ത് വായിക്കാൻ, VM സുധീരൻ്റെ ഒരു കത്തുണ്ട്, 30 മീറ്റർ മതിയെന്ന്. ആ കത്ത് ഞാൻ വായിക്കാൻ. അപ്പം പിണറായി വിജയൻ പറഞ്ഞു, KPCC പ്രസിഡന്റ് ഇവിടെ ഉണ്ട്, അദ്ദേഹം പറയട്ടെ, മറ്റുള്ള നേതാക്കളുടെ അഭിപ്രായമല്ല, പാർട്ടി അഭിപ്രായം അതാന്ന് പറഞ്ഞു. ചുരുക്കത്തിൽ ഞങ്ങൾ അവിടെ വെച്ച് 45 മിനിറ്റ്. അങ്ങനെ ഒരു കൂട്ടായ്മ ഈ അത് കേരളത്തിൻ്റെ സമഗ്ര വികസനത്തിന് വലിയ വഴിതെളിച്ചൊരു കാര്യമാണ്. അതാ ഞാൻ പറഞ്ഞു, ഞങ്ങൾ വികസനത്തിനെതിരല്ല, പക്ഷെ പിണറായി അന്ന് സമ്മതിച്ചു കേട്ടോ. ഞങ്ങൾ ഒരുമിച്ചാണ് ആ കാര്യത്തിൽ ഒരു തീരുമാനമെടുത്തത്. ഈ തുടർ ഭരണത്തിലേക്ക് പോകുമ്പോൾ സ്വാഭാവികമായിട്ടും തുടർ ഭരണം ഉണ്ടാവില്ല, പ്രതിപക്ഷം തിരിച്ചു വരും എന്ന് പറയാം. തിരിച്ചു വരും 2 കാര്യങ്ങളാണ് പ്രതിപക്ഷത്തിനെതിരെ പറയുന്നത്. ഒന്ന്, ആര് നയിക്കും എന്നൊരു ചോദ്യം. ആ ചോദ്യം ഇപ്പോൾ AICC മുമ്പിലോ അല്ലെങ്കിൽ ഇപ്പോൾ KPCC മുമ്പിലൊക്കെ ഉണ്ടോ? ഇപ്പോൾ ഇല്ല. ഞങ്ങളെല്ലാവരും കൂടെ കൂട്ടായിട്ടാണ് നയിക്കുന്നത്. നാളെ ആര് മുഖ്യമന്ത്രിയാണോ എന്ന് തീരുമാനിക്കുന്നത് പാർട്ടി ഹൈക്കമാൻഡാണ്. ഞങ്ങൾ ഡൽഹിയിലെ കോൺഗ്രസ് നേതാക്കളെ വിളിച്ചു കൂട്ടിയപ്പോൾ രാജീവ് ഗാന്ധി അസന്നിഗ്ധമായി പറഞ്ഞു, ഇത്തരം കാര്യങ്ങളിൽ ഇനി ആരും അഭിപ്രായം പറയേണ്ട, അത് പാർട്ടി ഹൈക്കമാൻഡ് തീരുമാനിക്കും. താങ്കൾക്ക് അർഹതപ്പെട്ടതാണ്. കാരണം നേരത്തെ പ്രതിപക്ഷ നേതാവ്, ആഭ്യന്തരമന്ത്രി, ഇനി അടുത്തൊരു സ്റ്റെപ്പ് മുഖ്യമന്ത്രി മാത്രമാണ്. ബാക്കി ആർക്കും അങ്ങനെ ഒരു അവകാശവാദത്തിനുള്ള സാധ്യതയേ ഇല്ലാത്ത ഒരു സാഹചര്യമാണ് കേരളത്തിലെ കോൺഗ്രസ് രാഷ്ട്രീയത്തിലുള്ളത്. അതൊക്കെ കാലം തീരുമാനിക്കട്ടെ. അങ്ങനെ ആർക്കെങ്കിലും അതിന് എതിരെ നിൽക്കേണ്ട ഒരു ആവശ്യമില്ലല്ലോ. കാരണം അർഹതപ്പെട്ടതാണ്, വെള്ളിത്താലത്തിൽ വെച്ച് തരേണ്ടതാണ്. കാരണം അതിനുള്ള ചരിത്രവും പാരമ്പര്യവും ഒക്കെ ഉള്ള ഒരാളാണ്, നേതാവാണ്. അതെന്തുകൊണ്ടാണ് മറ്റുള്ളവർ മനസ്സിലാക്കാത്തത്? അതൊക്കെ തീരുമാനിക്കേണ്ട എൻ്റെ പാർട്ടിയല്ലേ. എൻ്റെ പാർട്ടി എന്ത് തീരുമാനം എടുത്താലും ഞാൻ അർഹതപ്പെട്ടത് തരുമെന്ന് വിചാരിക്കുന്നു. അങ്ങനെ പ്രതീക്ഷയുണ്ട്. അല്ല, അതൊക്കെ പാർട്ടി തീരുമാനിക്കട്ടെ. സ്വാഭാവികമായിട്ടും അവസാനമായിട്ട് ഇപ്പം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന വിഷയമുണ്ടല്ലോ, ഈ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ വിഷയം. താങ്കളൊക്കെ 26ാമത്തെ വയസ്സിൽ മന്ത്രിയാവുന്നു, അന്നത്തെ പ്രതിച്ഛായ, ഇത്തരം വിഷയങ്ങളിൽ കുറച്ചുകൂടി ജാഗ്രത ഇവിടുത്തെ. തീർച്ചയായിട്ടും ചെറുപ്പക്കാരായിട്ടുള്ള പൊതുപ്രവർത്തകന്മാർ ജനങ്ങളുമായി ബന്ധപ്പെടുമ്പോൾ തികച്ചും ജാഗ്രത. നമ്മളൊരു നല്ല വ്യത്യസ്തമായ ഉടുപ്പിട്ട് പോയാലും ആളുകൾ ശ്രദ്ധിക്കും, അവനത് ഈ ഉടുപ്പ് എവിടെ നിന്ന് കിട്ടി. വലിയ ഒരു കാറിൽ പോയാൽ ആളുകൾ, കേരളം അങ്ങനെയാണ്. അതെ. അപ്പം നമ്മളെ എല്ലാം നോക്കുന്നത് എന്താ? പൊതുപ്രവർത്തകരായിട്ടാണ്. ആ പൊതുപ്രവർത്തകർ മോഡലുകളാകണം, ജനങ്ങളുടെ മാതൃകയാണ്. ആ മാതൃകയല്ലാത്ത പ്രവർത്തനം ചെയ്താൽ സ്വാഭാവികമായിട്ടും അത് ആ വ്യക്തിക്കും പ്രസ്ഥാനത്തിനും ഒക്കെ ദോഷമല്ല. പക്ഷെ അവർക്ക്, ആ രാഹുൽ മാങ്കൂട്ടത്തിന് കോൺഗ്രസിനകത്ത് നിന്ന് ചെറുപ്പക്കാർക്കിടയിൽ സൈബർ ഇടങ്ങളിൽ വലിയ സ്വാധീനവും പിന്തുണയും കിട്ടുന്നത് എന്തുകൊണ്ടായിരിക്കും? അതിപ്പോൾ ഈ സൈബറിനകത്ത് എല്ലാവർക്കും അറിയാമല്ലോ എങ്ങനെയാണ് ഇതൊക്കെ വരുന്നത്. ഒരു പാടുമില്ലല്ലോ, ഫേക്കാണ് എന്നൊന്നും ഞാൻ പറയുന്നില്ല. എന്തുകൊണ്ടായിരിക്കും ആ പിന്തുണ? ഇന്നിപ്പോൾ ഗ്രാമങ്ങളിൽ നാട്ടുകാർ ജനങ്ങളിൽ ഇടയിൽ പ്രവർത്തിക്കുന്നതിനേക്കാൾ നല്ലത് സോഷ്യൽ മീഡിയ പ്രവർത്തിക്കുന്നതാണെന്നുള്ള തെറ്റിദ്ധാരണ ആളുകൾക്കുണ്ട്. സാർ അതിനുവേണ്ടി ശ്രമിക്കാറുണ്ടോ? ഞാനങ്ങനൊന്നും ചെയ്യാറില്ല. ബ്രാൻഡിങ് ആയില്ലെങ്കിൽ ഔട്ട്റൈറ്റ് ആയി പോകുമെന്ന് തോന്നലുണ്ടോ? അങ്ങനെയൊന്നുമില്ല. ഞാൻ സോഷ്യൽ മീഡിയയിൽ ആക്റ്റീവാണ്, ഇൻസ്റ്റാഗ്രാമിൽ ആക്റ്റീവാണ്, ഫേസ്ബുക്കിൽ ആക്റ്റീവാണ്, പിന്നെ അതുപോലെ തന്നെ മറ്റ് എല്ലാ ടൂൾസിലും ഞാൻ ആക്റ്റീവ് തന്നെ. ഇതൊന്നും ഇല്ലെങ്കിൽ ഔട്ട്ഡേറ്റഡ് ആയി പോകുന്നൊരു അങ്ങനെയൊന്നുമില്ല. ഈ ആധുനിക കാലഘട്ടത്തിനനുസരിച്ച് നമ്മൾ മാറണ്ടേ.